ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സിദ്ധാർത്ഥൻ ചതിച്ചതോടെ ജീവൻ ഒടുക്കാൻ ശ്രമിക്കുകയാണ് ബബിത. എന്നാൽ ബാലചന്ദ്രൻ തക്ക സമയത്ത് ഹോസ്പിറ്റലിൽ എത്തിച്ചതുകൊണ്ട് അവളുടെ ജീവൻ തിരിച്ചു കിട്ടുകയാണ്. അതറിഞ്ഞ് അലീന ഒരാഴ്ച ബബിതയുടെ കൂടെ താമസിക്കാനായി അങ്ങോട്ട് ചെല്ലുകയാണ്. അത് കണ്ട് സ്റ്റാൻലി പറയുന്നുണ്ട്, എന്നെ തനിച്ചാക്കി നിനക്കിവിടെ നിന്ന് പോകാൻ കഴിയുന്നുണ്ടെങ്കിൽ നിനക്ക് പോകാം അലീന. പിന്നെ പപ്പയെ തിരക്കി ഈ വഴി വന്നേക്കരുത്. നിനക്ക് വലുത് നിന്റെ അമ്മയുടെ വീട്ടുകാരാണല്ലോ എന്ന് പറഞ്ഞ് സ്റ്റാൻലി ദേഷ്യപ്പെട്ടു. എൻ്റെ അനിയത്തിക്ക് വേണ്ടി ഞാനല്ലേ ഉള്ളൂ പപ്പ. ഒരാവശ്യം വന്നാൽ എനിക്ക് പോയല്ലേ പറ്റൂ. അതെൻ്റെ കടമയല്ലേ. ബബിതയും ഞാനും ഒക്കെ ഒരേ ചോറ് തന്നെയല്ലേ. ഈ സമയത്ത് ഒരു ചേച്ചിയുടെ കടമ ഞാൻ ചെയ്തില്ലെങ്കിൽ പിന്നെന്തിനാ ഞാൻ അവളുടെ ചേച്ചിയാണെന്നും പറഞ്ഞ് നടക്കുന്നത്. ഞാൻ ഇവിടുന്ന് പപ്പയെ ഉപേക്ഷിച്ച് പോവല്ല. 1-2 ദിവസത്തിനുള്ളിൽ ഞാൻ ഇവിടെ തിരിച്ചെത്തും എന്നും പറഞ്ഞ് സ്റ്റാൻലിക്ക് വാക്ക് നൽകി അലീന ബാഗും എടുത്ത് അവിടെ നിന്നിറങ്ങി. അത് കണ്ട് വല്യപ്പച്ചൻ സ്റ്റാൻലിയോട് പറയുന്നുണ്ട്, സ്റ്റാൻലി, ഇവിടെ നിന്ന് ഞാനും പോവാണ്. എൻ്റെ ചിന്നമ്മയില്ലാത്ത വീട്ടിൽ എനിക്കും താമസിക്കാൻ കഴിയില്ല. പിന്നെ ലാലിച്ച, അവൾ എന്നാണോ തിരിച്ചു വരുന്നത് അന്നേ ഞാനിനി ഇങ്ങോട്ട് വരുള്ളൂ. അവൾ വരുമ്പോൾ നീ എന്നെ വിളിച്ച് പറഞ്ഞേക്കണം. അതുവരെ ഞാൻ ഇവിടെ നിന്ന് പോവാം എന്നും പറഞ്ഞ് വല്യപ്പച്ചനും അവിടെ നിന്ന് പോയി. ഇതേ സമയം സ്റ്റാൻലി അലീനയെ ബാലചന്ദ്രൻ്റെ വീട്ടിലേക്ക് ഡ്രോപ്പ് ചെയ്യാനായി പോവുകയാണ്. അവരവിടെ ചെല്ലുമ്പോൾ വൈജയന്തി അങ്ങോട്ട് വരുവാണ്. അലീന സ്റ്റാൻലിയോട് ചോദിക്കുന്നുണ്ട്, പപ്പ ഇറങ്ങുന്നില്ലേ? അമ്മയെ കണ്ടില്ലേ എന്ന് അലീന ചോദിക്കുമ്പോൾ സ്റ്റാൻലി പറയുന്നുണ്ട്, ഞാൻ വൈജയന്തിയെ കണ്ടു. പക്ഷേ അവൾ എന്നെ കാണേണ്ട സന്ദർഭം ഇതല്ല മോളെ. അവൾക്കിപ്പോഴും എന്നോട് വെറുപ്പാണ്. ആദ്യം അത് മാറ്റിയെടുക്കണം. അതിനുശേഷം മതി ഞാനും വൈജയന്തിയും തമ്മിലുള്ള കൂടിക്കാഴ്ച. വൈജയന്തിയുടെ കോലം കണ്ടില്ലേ? അവൾ ആകപ്പാടെ തകർന്നതുപോലെയുണ്ട്. ഇങ്ങനെയൊരു കോലത്തിൽ വൈജയന്തിയെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഞാൻ കാരണമാണല്ലോ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. അവളുടെ കോലം കണ്ടില്ലേ? ഞാൻ അവളെ പ്രേമിച്ചതും അവളിൽ എന്നിലൊരു കുഞ്ഞ് ജനിച്ചതും അതൊക്കെയാണല്ലോ ബാലചന്ദ്രൻ അവളോട് ഇങ്ങനെ പെരുമാറാൻ കാരണം. അത് ഓർക്കുമ്പോഴാണ് എനിക്ക് സങ്കടം, കുറ്റബോധം എന്നൊക്കെ സ്റ്റാൻലി പറയുവാണ്. അലീന പറയുന്നുണ്ട്, പപ്പ ഇങ്ങനെ സങ്കടപ്പെടാതെ. അമ്മയെ വഞ്ചിച്ചത് പപ്പയല്ല, അത് അമ്മയുടെ വീട്ടുകാർ തന്നെയാണ്. അധികം വൈകാതെ അമ്മയോട് അതൊക്കെ നമുക്ക് തുറന്നു പറയാം. അപ്പോൾ അതൊക്കെ മാറിക്കോളും. അമ്മ ഇപ്പോൾ ഇങ്ങനെ പെരുമാറുന്നതിന് കാരണം പപ്പയല്ല, അമ്മയുടെ ആങ്ങളമാർ തന്നെയാണ് എന്നും പറഞ്ഞ് അലീന പുറത്തേക്ക് ഇറങ്ങി. അന്നേരം സ്റ്റാൻലി കാർ ഓടിച്ച് തിരികെ പോവുകയാണ്. അലീന ബാഗുമായി തിരിച്ചു കയറി വരുന്നത് കണ്ട് വൈജയന്തി അവളെ തടഞ്ഞു. എങ്ങോട്ടാടി ഈ ബാഗും ഒക്കെ ആയിട്ട്? ഈ വീടുമായിട്ട് എല്ലാ ബന്ധങ്ങളും അവസാനിപ്പിച്ച് ഇറങ്ങിപ്പോയവളാണ് നീ. വീണ്ടും എന്തിനാ ഇങ്ങോട്ട് വലിഞ്ഞു കയറി വരുന്നേ? ഇവിടോട്ട് കയറാൻ ഞാൻ നിന്നെ സമ്മതിക്കില്ല. വന്നതുപോലെ തിരിച്ചു പോകാൻ നോക്ക്, ഇല്ലെങ്കിൽ ഞാൻ ജോലി എടുക്കും. ഞാൻ വന്നത് ബബിതയെ പരിചരിക്കാൻ വേണ്ടിയിട്ടാണ്. മേഡം ഇവിടെ ഉണ്ടായിട്ടും അവൾ ആത്മഹത്യക്ക് ശ്രമിച്ചു. ഈ സമയത്ത് ആരെതിർത്താലും എനിക്ക് അവളെ കണ്ടേ പറ്റൂ. മേഡം ഒന്ന് മാറി നിൽക്ക്, ഞാനെന്തായാലും ബബിതയെ ഒന്ന് കാണട്ടെ എന്നും പറഞ്ഞ് വൈജയന്തിയെ തട്ടിമാറ്റിക്കൊണ്ട് അലീന അകത്തേക്ക് കയറിപ്പോയി. വൈജയന്തി ദേഷ്യപ്പെട്ട് കൃഷ്ണമോളെ വിളിക്കുന്നുണ്ട്. എടി കൃഷ്ണേ, അവളെ ആ നാശത്തിനെ ആരാടി വിളിച്ചു വരുത്തിയത്? ഇവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും അവൾ അറിയുന്നുണ്ടല്ലോ. ഒന്നെങ്കിൽ ഞാൻ, അല്ലെങ്കിൽ അവള്, ആരെങ്കിലും ഒരാൾ മതി ഇവിടെ. നാളെ തന്നെ ഞാൻ കൊല്ലപ്പള്ളിക്ക് തിരിച്ചു പോവുകയാണ്. അത് ബാലചന്ദ്രനോട് പറഞ്ഞേക്ക് എന്നും പറഞ്ഞ് ദേഷ്യപ്പെട്ടുകൊണ്ട് വൈജയന്തി തൻ്റെ റൂമിലേക്ക് പോവുകയാണ്. അതേസമയം ബബിതയ്ക്ക് അലീനയെ കണ്ടിട്ടും വലിയ സന്തോഷമൊന്നും തോന്നിയില്ല. വീടും വീട്ടുകാരെയൊക്കെ ഇട്ടെറിഞ്ഞിട്ട് പോയതല്ലേ, പിന്നെന്തിനാ ഇപ്പം തിരിച്ചു വന്നേക്കുന്നേ? എൻ്റെ ഈ അവസ്ഥ കണ്ടിട്ടാണോ? എനിക്ക് നിങ്ങളുടെ ഒരു പരിചരണോ വേണ്ട. എന്നെ നോക്കാൻ ഇവിടെ എൻ്റെ അമ്മയുണ്ട്. അലീന ചേച്ചിയുടെ സഹായം എനിക്ക് വേണ്ടെന്നാ പറഞ്ഞത്. വന്നതുപോലെ തിരിച്ചു പോകാൻ നോക്ക്. ചേച്ചി പണ്ടേ ഈ വീട്ടിലുണ്ടായിരുന്നെങ്കിൽ എനിക്കിപ്പോൾ ഇങ്ങനൊരവസ്ഥ വരില്ലായിരുന്നു എന്ന് പറഞ്ഞ് ബബിത ദേഷ്യപ്പെട്ടു. അലീന പറയുന്നുണ്ട്, ശരി, ഞാനിവിടെ നിൽക്കുന്നില്ല, ഞാനിപ്പോൾ തന്നെ പോയേക്കാം. പക്ഷേ പോകുന്നതിന് മുമ്പ് ഞാനൊരു കഥ നിന്നോട് പറയാം. അത് നീ കേൾക്കണം. നീ തന്നെയാണ് അതാദ്യം കേൾക്കേണ്ടിയിരുന്നത്. പക്ഷേ എനിക്കത് മറച്ചു വെക്കേണ്ടി വന്നു. എന്നെ പ്രസവിച്ചത് ഒരു സമ്പന്ന കുടുംബത്തിലെ ഒരു സ്ത്രീയായിരുന്നു. അത് അവരുടെ കല്യാണത്തിന് മുമ്പ്. പക്ഷേ അതവർക്കൊരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല എന്നിങ്ങനെ അവൾ പറഞ്ഞപ്പോൾ, ആരാ അലീന ചേച്ചി പ്രസവിച്ച ആ സ്ത്രീ? അവരുടെ പേരെന്താ എന്നൊക്കെ ബബിത ചോദിച്ചു.
എൻ്റെ അമ്മയെ നീ കണ്ടിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്, നിനക്ക് നന്നായി അറിയുകയും ചെയ്യാം. നിന്റെ കുടുംബത്തിലുള്ള ഒരു സ്ത്രീ തന്നെയാണ് അവർ എന്നിങ്ങനെ അലീന പറഞ്ഞപ്പോൾ, അതാരാണ് ചേച്ചി? എനിക്കങ്ങോട്ട് ഓർമ്മ കിട്ടുന്നില്ലല്ലോ എന്നിങ്ങനെ പറയുകയാണ് ബബിത. നീ ഒന്ന് ആലോചിച്ച് നോക്ക്, അതാരാണെന്നറിഞ്ഞ നീ ശരിക്കും ഞെട്ടിപ്പോവും ബബിതേ. അലീന ഇത് പറയുമ്പോഴേക്കും ബബിതയുടെ മനസ്സിലേക്ക് ഒന്ന് രണ്ട് മുഖം കടന്നു വരികയാണ്. ഗംഗാധരൻ അങ്കിളിൻ്റെ വൈഫ് മാലതി ആൻറ്റി ആയിരിക്കുമോ? അവർക്ക് കല്യാണത്തിന് മുമ്പ് ഇങ്ങനൊരു ചതി പറ്റില്ല. അവർ നല്ലൊരു സ്ത്രീയാണ്. പിന്നെയുള്ളത് കമലാൻ്റിയാണ്. അവരുടെ സ്വഭാവം വെച്ച് അവരായിരിക്കും അലീന ചേച്ചിയുടെ മമ്മി. അതാവാനാ സാധ്യത എന്ന് ബബിത മനസ്സിൽ ഉറപ്പിച്ചു. എന്നിട്ട് അലീനയോട് പറയുന്നുണ്ട്, അലീന ചേച്ചി പറഞ്ഞത് എനിക്ക് മനസ്സിലായി. വിവാഹത്തിന് മുമ്പ് ഒരു കുഞ്ഞിനെ പ്രസവിച്ച് അത് നാണക്കേടാന്ന് കരുതി ഒരു അനാഥാലയത്തിൽ ഏൽപ്പിച്ച സ്ത്രീ, ക്രൂരയായ സ്ത്രീ എന്ന് വേണേ അവരെ വിശേഷിപ്പിക്കാം. അത് കമലാൻ്റി അല്ലേ? അവർക്ക് ഇങ്ങനെയുള്ള ദുഷ്ടപ്രവൃത്തികളൊക്കെ ചെയ്യാൻ മനസ്സ് വരൂ. എന്നാലും അവരുടെ വയറ്റിൽ തന്നെ അലീന ചേച്ചി വന്ന് പിറന്നല്ലോ എന്നൊക്കെ ബബിത ചോദിച്ചു. ഈ സത്യം കമലാൻ്റിക്ക് അറിയാവുന്ന കൂടി ബബിത ചോദിക്കുന്നുണ്ട്. ഇതൊക്കെ കേട്ടപ്പോൾ ഇനിയും സത്യം മറച്ചു വെക്കുന്നതിൽ ഒരർത്ഥവും ഇല്ലെന്ന് അലീനയ്ക്ക് തോന്നുകയാണ്. അല്ല, ആ സ്ത്രീയല്ല എന്നെ പ്രസവിച്ചത്. ഞാൻ ഇത്രയും കാലം ജീവിച്ചത് എൻ്റെ സ്വന്തം പപ്പയുടെ കൂടെ തന്നെയാണ്. ഞാൻ നിന്നോട് കള്ളം പറഞ്ഞതാണ് ഞാൻ ജോലിക്ക് പോയതാണെന്ന്. പപ്പയെ കണ്ടുപിടിച്ച് എന്നെ അവിടെ കൊണ്ടെത്തിച്ചത് നമ്മുടെ അച്ഛനാണ്. ഞാൻ ഇതൊക്കെ വീണ്ടും നിന്നോട് പറയുന്നത് എന്തിനാണെന്നറിയാമോ? നീ ഇനിയും ഇതേപോലെയുള്ള കടുങ്കൈ ഒരിക്കലും ചെയ്യാതിരിക്കാൻ, നിന്റെ മനസ്സ് മാറാൻ വേണ്ടിയാണ് എന്നിങ്ങനെ അലീന പറഞ്ഞു. നിങ്ങൾ ഇനി എന്ത് കഥ പറഞ്ഞാലും എനിക്കത് എനിക്കത് കേൾക്കേണ്ടത് അലീന ചേച്ചി. ഞാൻ ഇനി അത് ഒരിക്കലും വിശ്വസിക്കുകയുമില്ല. ഇത്രയും കാലം ഓരോന്നൊക്കെ പറഞ്ഞ് എന്നെ വെറുതെ പറ്റിച്ചതല്ലേ. ഇനി അലീന ചേച്ചി പോകുന്നത് തന്നെയാണ് നല്ലത് എന്നൊക്കെ പറഞ്ഞ് ബബിത ദേഷ്യപ്പെട്ടു. ഞാൻ പറയുന്നതൊന്ന് കേൾക്കുമോളെ. ഇത് പറഞ്ഞു തീർത്തിട്ട് ഞാൻ ഇവിടെ നിന്ന് പൊക്കോളാം. എൻ്റെ പപ്പയുടെ വീട്ടിലേക്ക് തന്നെ. ഒരു മലയാളി പെണ്ണും എൻ്റെ പപ്പയും കൂടെ ആഗ്രയിൽ വെച്ച് കണ്ടുമുട്ടി. അവർ പരസ്പരം സ്നേഹിച്ചു. അവർ തമ്മിൽ ഒന്നിച്ചൊരു വാടക വീട്ടിൽ താമസിച്ചു. അവർക്ക് ഒരു പെൺകുഞ്ഞ് ജനിച്ചു. ആ പെൺകുഞ്ഞ് അത് ഞാനാണ്. എന്നാൽ എന്നെ പ്രസവിച്ച ആ മലയാളി പെൺകുട്ടി അതാരാണെന്ന് നിനക്കറിയുമോ? അത് നിന്റെ അമ്മയാണ്, വൈജയന്തി. അലീന പറഞ്ഞത് കേട്ട് ബബിത ആകെ വല്ലാണ്ടായി. അവൾ ഒന്നും പറയാനാവാതിരിക്കുകയാണ്. അത് കണ്ട് അലീന പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞത് നിനക്ക് മനസ്സിലായില്ലേ മോളെ? നിന്നെയും എന്നെയും രോഹിത്തിനെയും കൃഷ്ണമോളെയും ഒക്കെ പ്രസവിച്ചത് ഇവിടുത്തെ അമ്മ തന്നെയാണ്. പക്ഷേ ഈ രഹസ്യം അച്ഛനറിയാം, അമ്മയ്ക്കറിയില്ല. ഒരിക്കലും നീ ആയിട്ടിത് അമ്മയോട് പറയരുത്. അമ്മ എന്തറിഞ്ഞാൽ ഈ കുടുംബം ഇവിടെ തകരും, അല്ലെങ്കിൽ അച്ഛൻ തകർക്കും. അതുകൊണ്ട് തന്നെയാണ് ഈ രഹസ്യം അമ്മയെ അറിയിക്കാത്തത് എന്ന് അലീന പറഞ്ഞപ്പോൾ ബബിത അലീനയെ കെട്ടിപ്പിടിച്ച് കരയുകയാണ്. അലീന ഈ വീട്ടിൽ ആദ്യം വന്നപ്പോൾ അവളെക്കൊണ്ട് ഈ വീട്ടിലെ ജോലികൾ മൊത്തം ചെയ്യിപ്പിച്ചതും അവളെ ഉപദ്രവിച്ചതും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ബബിതയ്ക്ക് ഓർമ്മ വരികയാണ്. എനിക്കിന്ന് ഉറങ്ങാൻ കഴിയില്ല ചേച്ചി. ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കണം എനിക്കെൻ്റെ ചേച്ചിയെ. ഞാൻ ഒരിക്കലും ഇങ്ങനൊന്നും ചെയ്യില്ല. ഇനി എൻ്റെ കൂടെ എപ്പോഴും എൻ്റെ ചേച്ചിയായ അലീന ചേച്ചി ഉണ്ടല്ലോ. എനിക്ക് ആരുമില്ല എന്ന് തോന്നിയപ്പോഴാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. ചേച്ചി ഈ വീട്ടിൽ വന്നപ്പോൾ ഞാൻ എന്തോരം ഉപദ്രവിച്ചു, എന്തോരം ജോലി ചെയ്യിപ്പിച്ചു. അതിനുള്ള കടമെല്ലാം എനിക്ക് വീട്ടണം. ചേച്ചി ഇനി ഇവിടെ തന്നെ താമസിക്കും. ചേച്ചിയുടെ വേലക്കാരിയായി അടിമയെപ്പോലെ ഞാനും ഈ വീട്ടിൽ തന്നെ താമസിക്കും. ഇനി ഞാൻ ചേച്ചിയെ എങ്ങോട്ടും വിടില്ല എന്നിങ്ങനെ ബബിത പറയുമ്പോൾ, എനിക്ക് ഈ വീട്ടിൽ നിൽക്കാൻ പറ്റില്ലല്ലോ. അമ്മ ഇറങ്ങി പോവില്ലേ? ഞാൻ നിന്റെ കൂടെ ഇല്ലെങ്കിലും ഞാൻ നിന്റെ കൂടെ ഈ വീട്ടിലില്ലെങ്കിലും നിന്റെ കൂടെ തന്നെ ഉണ്ടാകും മോളെ. നിനക്ക് എപ്പോൾ വേണമെങ്കിലും എൻ്റെ പപ്പയുടെ വീട്ടിൽ വന്ന് താമസിക്കാം, എത്ര ദിവസം വേണമെങ്കിലും അന്നിങ്ങനെ അലീന പറയുകയാണ്. അടുത്ത ദിവസം അലീനയ്ക്ക് ടെൽസയുടെ കോള് വരുന്നുണ്ട്. സ്റ്റാൻലിയുടെ വൈഫ് എൽസമ്മയ്ക്ക് അസുഖം കൂടുതലാണെന്ന് പറഞ്ഞായിരുന്നു ആ ഫോൺ കോൾ. അത് കേട്ട് അലീന ഇന്ന് തന്നെ അങ്ങോട്ടേക്ക് എത്തുമെന്ന് വാക്കുകൊടുത്ത് ഫോൺ വെച്ചു. അലീന ബബിതയോട് യാത്ര പറഞ്ഞിറങ്ങുകയാണ്. അവൾ പറയുന്നുണ്ട്, ഇനി ഞാൻ ഇങ്ങോട്ടേക്ക് വരുന്നത് നിന്നെ എൻ്റെ പപ്പയുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാനായിട്ടായിരിക്കും. നീ എൻ്റെ പപ്പയെ കണ്ടിട്ടില്ലല്ലോ. നിനക്ക് ഞാൻ എൻ്റെ പപ്പയെ പരിചയപ്പെടുത്തി തരാം. അതുവരെ നീ ഒന്ന് കാത്തിരിക്കണം എന്ന് പറഞ്ഞ് അലീന ആ വീട് വിട്ടു പോയി.
അലീന പോയെന്നറിഞ്ഞ് വൈജയന്തി വളരെ ഹാപ്പി ആവുകയാണ്. ആ നാശം പിടിച്ചവള് ഇന്ന് ഈ വീട്ടിൽ നിന്ന് പോയില്ലായിരുന്നെങ്കിൽ കുറ്റിച്ചൂലെടുത്ത് ആട്ടി ഇറക്കി വിടാനിരുന്നതാ. അവളുടെ കോലം നീ കണ്ടില്ലേ ബബിതേ? ഒരു വേലക്കാരിയുടെ ലുക്കൊന്നും അല്ല അവക്കിപ്പോ. വലിയ ഏതോ സമ്പന്ന കുടുംബത്തിൽ നിന്ന് ഇറങ്ങി വന്നതുപോലെയുണ്ട് എന്നിങ്ങനെ വൈജ പറഞ്ഞു. അലീന ചേച്ചിയെ അമ്മ കാണാൻ ആഗ്രഹിക്കുന്നത് ഒരു വേലക്കാരിയായിട്ടല്ലേ? എന്നാൽ ഇനി അതൊരിക്കലും നടക്കില്ല. അലീന ചേച്ചി ഇപ്പോൾ താമസിക്കുന്നത് വലിയൊരു സമ്പന്ന കുടുംബത്തിലാ. അതൊക്കെ എന്തായാലും അധികം വൈകാതെ തന്നെ അമ്മ അറിയാൻ പോകുന്നുണ്ട് എന്നിങ്ങനെ മറുപടി കൊടുത്ത് ബബിത അവിടെ നിന്ന് പോയി. അതേസമയം അലീന തിരികെ സ്റ്റാൻലിയുടെ അരികിലെത്തി സ്റ്റാൻലിയുമായിട്ട് സംസാരിക്കുകയാണ്. പപ്പ, ടെൽസ എന്നെ വിളിച്ചിരുന്നു. എൽസമ്മ ആൻറ്റിക്ക് അസുഖം കൂടി വരികയാണെന്ന്. നമുക്ക് എൽസമ്മ ആൻറ്റിയെ ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിക്കണ്ടേ എന്നിങ്ങനെ അലീന ചോദിച്ചു. അപ്പോൾ ലാലിച്ചൻ പറയുന്നുണ്ട്, അവള് എൻ്റെ ഭാര്യയാണെന്നുള്ളതൊക്കെ ശരി തന്നെയാണ്. പക്ഷേ അവളെ ഡിവോഴ്സ് ചെയ്യാൻ വേണ്ടി ഇരിക്കുകയാണ് ഞാൻ. അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് ഇപ്പോൾ. എൽസമ്മയുടെ കൂടെ ജീവിക്കുന്നത് എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. അവള് ആ റീത്തെ മാത്രമേ അനുസരിക്കുകയുള്ളൂ. അവൾ പറയുന്നത് പോലെയാണ് ഇത്രയും കാലം അവൾ ജീവിച്ചത്. അങ്ങനെയുള്ളൊരു ഭാര്യയെ എനിക്ക് വേണ്ട എന്ന് സ്റ്റാൻലി ഉറപ്പിച്ചു പറഞ്ഞു. എൽസാൻറ്റിയെ റീത്തയുടെ കയ്യിൽ നിന്നും ഞാൻ രക്ഷിക്കും. എന്നിട്ട് നല്ലൊരു ഭാര്യയായിട്ട് പപ്പയുടെ കയ്യിൽ ഞാൻ തിരിച്ചേൽപ്പിക്കും. അതിനുള്ള ഫസ്റ്റ് സ്റ്റെപ്പാണിത്. ഞാൻ റീത്താൻറ്റിയുടെ വീട്ടിലേക്ക് പോവുകയാണ്. തിരികെ വരുമ്പോൾ പപ്പയുടെ ഭാര്യയും എൻ്റെ കൂടെ ഉണ്ടാവും എന്ന് മറുപടി കൊടുത്ത് അലീന അവിടെ നിന്ന് പോയി. അലീന അങ്ങനെ റീത്താമ്മയുടെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. അലീനയെ കണ്ടതും ടെൽസയും ടാനിയയും ഒക്കെ അവളുടെ അരികിലേക്ക് ഓടി വന്നു. നിങ്ങളുടെ മമ്മി എവിടെ? അവരെ കൊണ്ടുപോകാനായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ആദ്യം ഞാൻ നിങ്ങളുടെ മമ്മിയെ പപ്പയുടെ വീട്ടിലേക്ക് കൊണ്ടുപോകും. നിങ്ങളുടെ സ്കൂളും പഠിത്തമൊക്കെ ഇവിടെയല്ലേ, അതുകൊണ്ട് നിങ്ങൾ ഇവിടെ തന്നെ താമസിച്ചോളൂ എന്നും പറഞ്ഞ് അകത്തേക്ക് കടക്കുകയാണ് അലീന. ഈ സമയം എൽസമ്മ രോഗം മൂർച്ഛിച്ച് വല്ലാത്തൊരവസ്ഥയിൽ കിടക്കുകയാണ്. അലീനയെ കണ്ട് എൽസമ്മയ്ക്ക് മനസ്സിലായതേയില്ല. ആരാണെന്ന് ചോദിക്കുമ്പോൾ ടെൽസ വന്നിട്ട് എൽസമ്മയോട് പറയുന്നുണ്ട്, ഇതാ മമ്മി, ഞാൻ പറയാറില്ലേ അലീന ചേച്ചി ഞങ്ങളുടെ സ്വന്തം ചേച്ചിയാ എന്നിങ്ങനെ പരിചയപ്പെടുത്തി. അത് കേട്ട് എൽസമ്മ അലീനയെ തുറച്ചു നോക്കുകയാണ്. എന്നെ ഇങ്ങനെ തുറച്ചു നോക്കേണ്ടതില്ല. ഞാൻ വന്നത് മമ്മിയുടെ ശത്രുവായിട്ടല്ല, നിങ്ങളുടെ കുടുംബം തകർക്കാൻ വേണ്ടിയിട്ട് വന്നതുമല്ല. ചിതറിപ്പോയ നിങ്ങളുടെ ഈ കുടുംബത്തെ ഒരുമിച്ച് ചേർക്കാൻ വേണ്ടി വന്നതാണ് ഞാൻ. അതിന് നിങ്ങളുടെ സപ്പോർട്ട് കൂടി വേണം. നിങ്ങൾ എൻ്റെ കൂടെ വരണം. നിങ്ങളുടെ ഭർത്താവിൻ്റെ വീട്ടിലാണ് നിങ്ങൾ താമസിക്കേണ്ടത്, അല്ലാതെ നിങ്ങളുടെ ചേച്ചിയുടെ വീട്ടിലല്ല.